ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിയാണ് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമൊക്കെ ഇപ്പോൾ അനാച്ഛാദനം ചെയ്തു. അത് പറയാൻ കാരണം നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവും ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനിയും ഇപ്പോൾ വത്തിക്കാനിലുണ്ട്. അവരിതൊക്കെ കണ്ട് രസിച്ച് നടക്കുകയാണ് അവിടെ. പക്ഷേ ഇവിടെ കേരളത്തിലോ എറണാകുളം അങ്കമാലി അതിരൂപതയിലോ രൂപത ആസ്ഥാനമായ സെന്റ് മേരീസ് ബസേലിക്കയിലോ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയം കൂടിയായ എറണാകുളം സെന്റ് മേരീസ് ബസേലിക്കയിൽ കഴിഞ്ഞ 6 ദിവസമായി സഭാനുകൂലികളായ വിശ്വാസികൾ തുടരുന്ന പ്രതിഷേധ സമരം ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് അതിരൂപത നേതൃത്വത്തിന് അത്ര നല്ലതാകില്ല. ഏറെ പ്രതിസന്ധിയിലാക്കും രൂപതയുടെ അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങൾ. റോമിൽ ചുറ്റിത്തിരിയുന്ന മാർ റാഫേൽ പിതാവും മാർ പാംബ്ലാനിയും പ്രശ്നത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. പക്ഷേ ഇത് അവർക്ക് നല്ലൊരു അവസരം കൂടിയാണ്. വിശ്വാസികൾ വേണമെങ്കിൽ നിർത്തി പിൻവാങ്ങുന്നെങ്കിൽ അത് നടക്കട്ടെ, അല്ലാതെ ചെന്ന് തലയിടേണ്ട എന്നാണ് അവർക്ക് സ്ഥിരം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഉപദേശം. പക്ഷേ മേജർ പിതാവും മൈനർ പിതാവും കരുതുന്നത് പോലെ കാര്യങ്ങൾ ഇത്തവണ അത്ര എളുപ്പവുമല്ല, അത്ര നിസ്സാരവുമല്ല. പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികളായ മാർ പാംബ്ലാനിയും കുര്യയുമായും ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും സഭയിലെ സ്ഥിരം സിനഡ് അംഗങ്ങളുമായി മാത്രമേ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്നുമാണ് ഇപ്പോൾ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ചീഫ് കോർഡിനേറ്റർ മത്തായി മുതിരേന്തി തന്റെ നിലപാട് വളരെ വ്യക്തമായി അറിയിച്ചിരിക്കുന്നത്. അത് അവിടെ കൂടിയിരിക്കുന്ന സഭാനുകൂലികളായ, അവിടെ എത്താത്ത സഭാനുകൂലികളായ വിശ്വാസികളുടെ കൂടി നിലപാടാണ്. ക്രിസ്തുമസ് ദിനം മുതൽ സഭയുടെയും വിശ്വാസികളുടേതുമായി നിരവധി പരിപാടികളാണ് ബസേലിക്കയിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധ സമരം അനിശ്ചിതമായി തുടരുന്ന പക്ഷം ഇതെല്ലാം തടസ്സപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ ദേവാലയം കൂടിയായ എറണാകുളം സെന്റ് മേരീസ് ബസേലിക്കയിൽ ക്രിസ്തുമസ് നോമ്പ് കഴിയുന്നത് മുതൽ വിവാഹം, മാമോദിസ, ആദ്യ കുർബാന തുടങ്ങി നിരവധി പരിപാടികൾക്കായി ഇടവകക്കാരും പുറത്തു നിന്നുള്ള വിശ്വാസികളും ബസേലിക്കയും പാരിഷാളുമൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. 24 രാത്രി 11:30 മുതൽ നടക്കുന്ന ക്രിസ്തുമസ് കുർബാനയും മറ്റ് പരിപാടികളും അത് നടക്കേണ്ടത് ഇതേ ബസേലിക്കയിൽ, നടത്തേണ്ടത് സഭാ തലവനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ. 27-ന് അതിരൂപതയിലെ 16 ഡീക്കന്മാർക്ക് വൈദിക പട്ടം നൽകുന്ന ചടങ്ങാണ്. അതിൻ്റെയും വേദി ഇതേ ബസേലിക്ക തന്നെയാണ്. അതിരൂപതയും ഡീക്കന്മാരുടെ കുടുംബങ്ങളും ക്ഷണക്കത്തുകൾ വരെ അച്ചടിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞു. സഭാ തലവിന്റെ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളും വൈദിക പട്ടവും സഭയുടെ പാരമ്പര്യമനുസരിച്ച് ബസേലിക്കയിൽ നടത്താൻ കഴിയാതെ പോയാൽ മാർ റാഫേൽ തട്ടിലിനും മാർ ജോസഫ് പാംബ്ലാനിക്കും കുരി അംഗങ്ങൾക്കും ഉണ്ടായേക്കുന്ന നാണക്കേട് അത് രാജിയിൽ കവിഞ്ഞ് ചെറുതൊന്നുമില്ല. സമരം നടക്കുന്നതറിഞ്ഞ് ബന്ധപ്പെട്ടവർ വികാരിയെ കണ്ട് ആശങ്കകൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നിസ്സഹായനാണ്. കൃത്യമായി മറുപടി നൽകാൻ ഇപ്പോൾ പറയാനാകുന്നില്ല. കാരണം മേജർ പിതാവും മൈനർ പിതാവും ഇവിടെയല്ല, റോമിലാണ്. ഇത്തരം പ്രതിസന്ധികൾ മൂലം ദേവാലയത്തിനകത്ത് അനിശ്ചിതമായി തുടരുന്ന പ്രതിഷേധ സമരം എങ്ങനെയും ഒത്തുതീർപ്പാക്കേണ്ടത് ഇപ്പോൾ അതിരൂപത നേതൃത്വത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഇതിനിടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികളായ മാർ പാംബ്ലാനിയും കുരിയുമായി ഒരു ചർച്ചയ്ക്കും ഇനി അങ്ങോട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് നിലപാട് അത് വളരെ കടുത്തതാണ്. പക്ഷേ വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ആ നിലപാട് നൽകുകയാണ്. സഭയിലെ സ്ഥിരം സിനഡ് അംഗങ്ങളും മാത്രമേ തങ്ങൾ ഇനി ചർച്ച നടത്തുള്ളൂ എന്ന് വിശ്വാസികളുടെ വ്യക്തമായ നിലപാടുമായി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിനൊപ്പം ഉറച്ച് നിലകൊള്ളുകയാണ്. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഇനി പരിശുദ്ധ സിംഹാസനമാണ്. തീരുമാനമെടുക്കേണ്ടത് സ്ഥിരം സിനഡാണ്, അല്ലാതെ റാഫേൽ പിതാവോ പാംബ്ലാനിയോ ഇല്ല. കാരണം അവർ എടുക്കേണ്ട തീരുമാനം അവരത് മനഃപൂർവ്വം കയ്യിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിശ്വാസികൾക്ക് അനുകൂലമായ ഏകീകൃത കുർബാനയുടെ കൃത്യമായി അതുമാത്രമേ ബസേലിക്കയിൽ അർപ്പിക്കാവൂ എന്നൊരു തീരുമാനം അവിടെ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് സമാധാനപരമായി സംഘർഷമൊന്നുമില്ലാത്ത ഒരു ബസേലിക്ക, സമാധാനപരമായി സംഘർഷങ്ങളൊന്നുമില്ലാത്ത ഒരു ക്രിസ്തുമസ് കുർബാന രാവ്, ഇതൊക്കെയാണ് വിശ്വാസികളുടെ മനസ്സിൽ. അതിനുള്ള ഇടം തേടി, അതിനുള്ള ഇടമൊരുക്കാനായി അവർ ഇപ്പോഴും ഈ ക്രിസ്തുമസ് മാസത്തിലും ഈ ഡിസംബർ മാസത്തിലും യഥാർത്ഥ സഭാവിശ്വാസികൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർ തങ്ങളുടെ ഊഴം വെച്ച് ബസേലിക്കയിൽ എത്തുന്നുണ്ട്. ബസേലിക്കയിലെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനായി അവർ അവിടെ ഊഴം വെച്ച് പ്രതിഷേധ സമരവുമായി, പ്രാർത്ഥനാ വാക്കുകളുമായി, പ്രാർത്ഥനാ പദങ്ങളുമായൊക്കെ അവിടെ ഇപ്പോൾ കാത്തിരിക്കുകയാണ്.